നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. ഈ പുതിയ വർഷത്തിൽ കൂടുതൽ വേഗതയോടെ സത്യസന്ധമായ റിപ്പോർട്ടുകളും വിശകലനങ്ങളുമായി അംശി മുംബൈ നിങ്ങളോടൊപ്പം. എല്ലാ ശനിയാഴ്ച വൈകിട്ട് 4:30 കൈരളി ന്യൂസിൽ ടീ ടൈം വിത്ത് അംശി മുംബൈ. കാണാം പ്രധാന വാർത്തകൾ. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. Azure Builders, building beyond blue. മുംബൈ നഗരത്തിന്റെ ജീവനാഡിയായ ലോക്കൽ ട്രെയിനുകൾ സിംഫണിയിൽ ഹോൺ മുഴക്കി പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ ഇക്കുറി പുതുവത്സരത്തെ വരവേറ്റു. വർഷങ്ങളായി തുടർന്ന് ഈ ആചാരത്തിന് സാക്ഷിയാകാൻ നൂറുകണക്കിന് യാത്രക്കാർ സ്റ്റേഷനുകളിൽ തടിച്ചുകൂടി. മുംബൈ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസിൽ അർദ്ധരാത്രിയോടെ ലോക്കൽ ട്രെയിനുകളിൽ കൂട്ടായ ഹോൺ മുഴക്കി പുതുവത്സരത്തെ വരവേറ്റത് നൂറുകണക്കിന് യാത്രക്കാരെ ആവേശത്തിലാക്കി. പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി സെൻട്രൽ വെസ്റ്റേൺ റെയിൽവേകൾ പ്രത്യേക രാത്രി സർവീസുകളും ഏർപ്പെടുത്തിയിരുന്നു. പുതുവത്സരാശംസകൾ കൈമാറിയും സെൽഫി എടുത്തുമാണ് ഇവരെല്ലാം ആഘോഷരാവിനെ അവിസ്മരണീയമാക്കി സ്റ്റേഷനുകളെ ഉത്സവവേദിയാക്കിയത്. മഹാരാഷ്ട്രയിൽ ജനുവരി 15 നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഷ്ട്രീയ നീക്കങ്ങൾ പ്രവചനാതീതമായി മാറുകയാണ്. സഖ്യങ്ങൾ മാറിമറിയുന്നത് അണികൾക്കിടയിൽ കടുത്ത ആശയക്കുഴപ്പം സൃഷ്ടിക്കുമ്പോൾ ജനുവരി 16 പുറത്തുവരുന്ന ഫലവും കണക്കുകൂട്ടലുകൾക്ക് അതീതമാകും. മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് തീയതി അടുക്കുമ്പോൾ രാഷ്ട്രീയം പ്രവചനാതീതമായാണ് മാറിമറിയുന്നത്. പാർട്ടികൾ തമ്മിലുള്ള അപ്രതീക്ഷിത കൂട്ടുകെട്ടുകളും പെട്ടെന്ന് തകരുന്ന സഖ്യങ്ങളും തദ്ദേശ തലത്തിൽ പ്രവർത്തിക്കുന്ന അണികളെയും സ്ഥാനാർത്ഥികളെയും വലിയ ആശയക്കുഴപ്പത്തിലേക്കാണ് തള്ളിയിടുന്നത്. നാമനിർദ്ദേശ പത്രികകൾ, പ്രചരണതന്ത്രങ്ങൾ, സീറ്റ് വിഭജന കണക്കുകൂട്ടലുകളെല്ലാം തന്നെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് പുനഃക്രമീകരിക്കപ്പെടുന്ന സ്ഥിതിയാണ്. ഈ അസ്ഥിരത വോട്ടർമാരുടെ തീരുമാനങ്ങളെപ്പോലും സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. മാറിയ സഖ്യങ്ങളും പുതിയ സമവാക്യങ്ങളും മഹാരാഷ്ട്രയുടെ തദ്ദേശ രാഷ്ട്രീയം ഏത് ദിശയിലേക്ക് നയിക്കുമെന്നത് കാത്തിരുന്ന് കാണാം. ജനുവരി 15 ജനവിധി. ജനുവരി 16 പുറത്തുവരുന്ന ഫലം മഹാരാഷ്ട്രയിലെ അധികാര സമവാക്യങ്ങൾ മാറ്റുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. നിർമ്മിത ബുദ്ധി യുഗത്തിലേക്ക് ഇന്ത്യ. യന്ത്രങ്ങൾ മനുഷ്യരെ പോലെ ചിന്തിക്കുന്നതല്ല, മനുഷ്യർ യന്ത്രങ്ങളെ ചിന്തിക്കാൻ വിട്ടുകൊടുക്കുന്നതാണ് AI കാലത്തെ ഏറ്റവും വലിയ അപകടമെന്ന് ഗൗതം അദാനി. യുവാക്കൾ ഉപഭോക്താക്കളായി മാത്രം ചുരുങ്ങാതെ സൃഷ്ടാക്കളായും നേതാക്കളായും ഉയരണമെന്നും ഗൗതം അദാനി. ഇന്ത്യ നിർണായകമായൊരു സാങ്കേതിക യുഗത്തിലേക്ക് കടക്കുകയാണെന്ന് അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി. I can confidently say that artificial intelligence will now represent the next and far more powerful leap. സാങ്കേതികവിദ്യയും പ്രതിഭയും ദേശീയ ദൗത്യവും ഒരുമിച്ച് മുന്നേറേണ്ട കാലമാണിതെന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യുഗത്തിൽ യുവാക്കൾ ഉപഭോക്താക്കളായി മാത്രം ചുരുങ്ങാതെ സൃഷ്ടാക്കളായും നേതാക്കളായും ഉയരണമെന്നും അദാനി കൂട്ടിച്ചേർത്തു. മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ വിദ്യാപ്രതിഷ്ഠാൻ ട്രസ്റ്റിന്റെ കീഴിൽ സ്ഥാപിച്ച ശരത് പവാർ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗൗതം അദാനി. AI കുറിച്ചുള്ള ആശങ്കകൾ സ്വാഭാവികമാണെന്ന് പറഞ്ഞ അദാനി, വ്യവസായ വിപ്ലവങ്ങൾ മുതൽ ഇന്ത്യയുടെ ഡിജിറ്റൽ മുന്നേറ്റം വരെ എല്ലാ സാങ്കേതിക മാറ്റങ്ങളും മനുഷ്യശേഷി വർദ്ധിപ്പിച്ചതായി ഓർമ്മിപ്പിച്ചു. AI സാധാരണ ജനങ്ങളിലേക്കും ബുദ്ധിയും ഉൽപാദനക്ഷമതയും എത്തിക്കുമെന്നും എല്ലാ പശ്ചാത്തലങ്ങളിലുമുള്ള യുവാക്കൾക്ക് വളർച്ചയിൽ പങ്കാളികളാകാൻ പുതിയ അവസരങ്ങൾ തുറക്കുമെന്നും അദാനി വ്യക്തമാക്കി. അതേസമയം AI നേതൃത്വം പുറം രാജ്യങ്ങൾക്ക് വിട്ടു നൽകാനാകില്ലെന്ന മുന്നറിയിപ്പും അദാനി നൽകി. A nation of 1.4 billion people cannot afford to place its jobs, data, culture, and collective intelligence at the mercy of foreign algorithm. വിദേശ സാങ്കേതിക സംവിധാനങ്ങളിലേക്കുള്ള അമിതമായ ആശ്രയം രാജ്യത്തിന്റെ സാമ്പത്തികവും ദേശീയ സുരക്ഷയ്ക്കും ഭീഷണിയാകുമെന്നായിരുന്നു പരാമർശം. ദേശീയ താൽപര്യത്തിനനുസൃതമായ സ്വദേശ AI സംവിധാനങ്ങൾ ഇന്ത്യയുടെ ഭാവിക്ക് അനിവാര്യമാണെന്നും ഗൗതം അദാനി വ്യക്തമാക്കി. ലോകായുക്ത നിയമം നടപ്പാക്കുന്നതിൽ മഹാരാഷ്ട്ര സർക്കാർ പരാജയപ്പെട്ടുവെന്നാരോപിച്ച് സാമൂഹ്യ പ്രവർത്തകൻ അണ്ണാ ഹസാരെ അനിശ്ചിതകാല നിരാഹാര സമരം പ്രഖ്യാപിച്ചു. പൊതുജനങ്ങൾക്ക് ആവശ്യമായ ഈ നിയമം വർഷങ്ങളായി അവഗണിക്കപ്പെടുകയാണെന്നാണ് അണ്ണാ ഹസാരയുടെ ആരോപണം. ലോകായുക്ത നിയമം കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് 2022 സാമൂഹ്യ പ്രവർത്തകൻ അണ്ണാ ഹസാരെ നിരാഹാര സമരം നടത്തിയിരുന്നു. അന്നത്തെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ മധ്യസ്ഥതയിലായിരുന്നു സമരം പിൻവലിച്ചത്. എന്നാൽ നിയമം ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. अरे समाज के भले के लिए आप काम कर रहे हैं, दिखाने के लिए नहीं, लोकायुक्त कानून बनाने के लिए
वो जरूरी है। ഇതാണ് പ്രതിഷേധത്തിന് കാരണം. ഇതിനായി അന്നൊരു കമ്മിറ്റി രൂപീകരിക്കുകയും ലോകായുക്ത നിയമത്തിന്റെ കരട് തയ്യാറാക്കുകയും ചെയ്തിരുന്നു. മഹാരാഷ്ട്ര നിയമസഭയുടെ ഇരുസഭകളും ഈ നിയമനിർമ്മാണം പാസാക്കുകയും പിന്നീട് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന് 7 കത്തുകളാണ് ഇത് സംബന്ധിച്ച് എഴുതിയത്. 7 बार लेटर लिखा है इसके बारे में। ഒരു മറുപടി പോലും ലഭിച്ചില്ലെന്ന് അണ്ണാ ഹസാരെ പരാതിപ്പെടുന്നു. सिर्फ आश्वासन देते करते नहीं, क्यों नहीं करते पता नहीं। ജനുവരി 30 മുതൽ റലേഗൺ സിദ്ധിയിൽ അനിശ്ചിതകാല നിരാഹാരം ആരംഭിക്കുമെന്നാണ് അണ്ണാ ഹസാരെ പറയുന്നത്. 30 जनवरी को यादव बाबा मंदिर रालेगंज सिद्धि में जब तक नहीं होगा तब तक चलता है. പൊതുജനങ്ങൾക്ക് ഈ നിയമം ആവശ്യമാണെങ്കിലും വർഷങ്ങളായി അവഗണിക്കപ്പെടുകയാണെന്നും അണ്ണാ ഹസാരെ പറയുന്നു. മുംബൈയിൽ വീണ്ടും ആശങ്ക പടർത്തി മായം കലർത്തിയ പാൽ വിതരണ ശൃംഖല കണ്ടെത്തി. നഗരവാസികൾ ദിവസേന കുടിക്കുന്ന പാലിൽ പോലും വിഷം കലർത്തുന്ന ക്രൂരതയാണ് പുറത്തു വന്നിരിക്കുന്നത്. മുംബൈയിൽ പാലിൽ ഡിറ്റർജന്റും രാസവസ്തുക്കളും ചേർത്ത് വിപണിയിലെത്തിക്കുന്ന വ്യാജ പാൽ മാഫിയ ഇപ്പോഴും സജീവമാണ്. ആവർത്തിച്ചുള്ള ഇത്തരം സംഭവങ്ങൾ നഗരവാസികളുടെ ആരോഗ്യ സുരക്ഷയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. കുറേ നാളുകൾക്ക് മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ പിടിച്ചിരുന്നു. അന്ന് സന്തോഷിന് ഇത് ഉണ്ടാവില്ല. പിന്നെ വീണ്ടും ഇത് വാർത്ത കേൾക്കുമ്പം ആക്ച്വലി ഒത്തിരി അപ്സെറ്റാണ്. നല്ല പേടിയുണ്ട്. ഇതിലിങ്ങനെ ബേസിക് ഒരു നമുക്ക് പാലെന്നൊരു ഇതിലിങ്ങനെ ആവുമ്പം ബാക്കി ഫുഡിൽ എന്താണെന്നാണ് അറിയുന്നൊരു പേടിയുണ്ട്. നല്ല പേടിയുണ്ട്. കുട്ടികളെയും വയോധികരെയും ഉൾപ്പെടെ ആയിരക്കണക്കിന് പേർ ദിവസേന ഉപയോഗിക്കുന്ന പാലിൽ മായം കലർത്തുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് കാരണമാകുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മുടെ അടുത്തൊക്കെ ഒരുപാട് ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മേടിച്ചു, അത് കഴിഞ്ഞിട്ട് അവർ ചൂടാക്കുന്ന സമയത്ത് കെമിക്കലായിട്ട് വരുന്നത്. അപ്പോൾ ഭയങ്കര കുട്ടികൾക്ക് നമ്മളങ്ങനെ നമുക്കത് വിശ്വസിച്ച് എവിടുന്നും നല്ലൊരു പ്രൊഡക്റ്റ് വല്ല പാലിൻ്റെ പ്രൊഡക്റ്റ് മേടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത്. പാലിപ്പം കുട്ടികൾക്ക് കൊടുക്കാറില്ല. ഫുഡ് ഞങ്ങൾ ഫ്രൂട്ട്സ് നമുക്ക് ധൈര്യമായിട്ട് മേടിക്കാൻ പറ്റുന്നില്ല. വെജിറ്റബിൾസ് പോലും നമ്മൾ ഭയങ്കര സൂക്ഷിച്ച് വേണം മേടിക്കാൻ. ഒത്തിരിയും പ്രിക്കോഷൻ എടുത്താണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് പോലും. വീണ്ടും വീണ്ടും കുറ്റകൃത്യങ്ങൾ പുറത്തു വന്നിട്ടും ശക്തമായ ശിക്ഷാ നടപടികളില്ലാത്തതാണ് മാഫിയകൾക്ക് വളരാൻ ഇടയാക്കുന്നതെന്ന ആരോപണവും ശക്തമാണ്. നമ്മളൊരു സാധാരണക്കാരനെ ഇത് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനങ്ങളൊന്നുമില്ല. ഇവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്കറ്റ് പാലിനെക്കാട്ടും കൂടുതൽ പോകുന്നത് നമ്മളെ കവറായിട്ട് ലൂസ് പാലുകളാണ്. അപ്പോൾ അത് എങ്ങനെയാണ് അവർ ഏത് പ്രൊഡക്റ്റാണ് എങ്ങനെ ഉണ്ടാക്കുക നമുക്കൊരു രീതിയിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതങ്ങനെ ഒരു സംവിധാനങ്ങൾ ശരിക്കും ഗവൺമെൻറ്റൊക്കെ ഒരു സംവിധാനങ്ങൾ ഉണ്ടാക്കണം. കുട്ടികൾക്ക് കൊടുക്കുന്ന പാലിൽ മായമുണ്ടെങ്കിൽ എങ്ങനെ വിശ്വസിക്കുമെന്നാണ് ഇവരെല്ലാം ആശങ്ക പങ്കുവയ്ക്കുന്നത്. പാലിപ്പം മോനൊക്കെ നമ്മൾ എപ്പോഴും ചെറുത് തൊട്ടേ അവർ ഭയങ്കര ഇഷ്ടമാണ് കൊടുക്കുന്ന കാര്യം. പക്ഷെ ഇപ്പോൾ കുറച്ച് പേടിയാണ് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. മുമ്പൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു ശരിയായ പശുമ്പാൽ തന്നെ. നെയ്യൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് ബോംബെയിൽ നിന്ന് തന്നെ കിട്ടിയിട്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ ആ പാല് കാച്ചിയാൽ അതിൻ്റെ ഒരു ഇതും നമുക്ക് മനസ്സിലാവുന്നില്ല അത് പാലാണെന്നുള്ളത്. ഓൾറെഡി കാച്ചുമ്പം തന്നെ നമ്മൾ ഹോർലിക്സോ എന്തെങ്കിലും ഇട്ട പോലത്തെ ഒരു സ്മെല്ലൊക്കെയാണ് വരുന്നത്. അപ്പോൾ കൊടുക്കാൻ ശരിക്കും പേടിയാണ്. പാലായാലും ശരി, ഫ്രൂട്ട്സ് ആയാലും ശരി, നമുക്കിപ്പം എന്തായാലും ഒരു മത്സ്യം ആയാലും ശരി എന്നും മനസ്സറിഞ്ഞ് നമുക്കൊരു സമാധാനത്തിൽ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. അതിന് ഇപ്പം ഗവൺമെൻറ് എന്ത് ചെയ്യും എന്താവും എന്നൊന്നും അറിയില്ല. ഇപ്പം സത്യം പറഞ്ഞാൽ പേടിയാണ് പാല് കുടിക്കാൻ തന്നെ. അതുകൊണ്ട് വീട്ടിലിപ്പം പാൽ ഐറ്റംസും വാങ്ങൽ തന്നെ നിർത്തി. ഭക്ഷ്യസുരക്ഷാ വകുപ്പും പോലീസ് വിഭാഗവും പരിശോധന ശക്തമാക്കിയിട്ടുണ്ടെങ്കിലും വ്യാജ പാൽ നിർമ്മാണം പൂർണ്ണമായി ഇല്ലാതാക്കാൻ കർശന നടപടികളും സ്ഥിരം നിരീക്ഷണ സംവിധാനവും അനിവാര്യമാണെന്നാണ് പൊതുജന അഭിപ്രായം. ഇത് ചെറിയൊരു ലാഭത്തിന് വേണ്ടി അവർ ചെയ്യുന്ന കാര്യങ്ങൾ പിന്നീടുള്ള ഒരു തലമുറക്കാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. നഗരത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ അധികൃതർ ഇനി എത്ര വേഗം ഇടപെടുമെന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ബോളിവുഡ് ചിത്രമായ രൺവീർ സിംഗിന്റെ ദുരന്തർ വെറും 3 ആഴ്ചയ്ക്കുള്ളിൽ ജവാൻ, ചാവ എന്നീ ചിത്രങ്ങളുടെ ലൈഫ് ടൈം കളക്ഷനെയാണ് ചിത്രം മറികടന്നത്. ബോളിവുഡിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി ദുരന്തർ മാറി. ചിത്രം ഇന്ത്യയിൽ നിന്ന് 648 കോടി രൂപയുടെ വരുമാനം നേടിയാണ് വെറും 3 ആഴ്ചയ്ക്കുള്ളിൽ ജവാൻ, ചാവ എന്നീ ചിത്രങ്ങളുടെ ലൈഫ് ടൈം കളക്ഷനെ മറികടന്നത്. बड़ी कसाईनुमा होती है. 2 വർഷം മുമ്പ് ഷാരൂഖ് ഖാന്റെ ജവാൻ സ്ഥാപിച്ച റെക്കോർഡ് മറികടന്നതോടെ ദുരന്തർ ഇപ്പോൾ 1000 കോടി കടന്നിരിക്കുകയാണ്. കൂടാതെ ഇന്ത്യയിൽ ഒരു ഹിന്ദി ചിത്രത്തിന്റെ ഏറ്റവും ഉയർന്ന കളക്ഷൻ പദവി നേടിയ പുഷ്പ 2 ദി റോളിനെ വെല്ലുവിളിക്കാനും സാധ്യതയുണ്ട്. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം കാണാം മഹാരാഷ്ട്രയിലെ കൂടുതൽ വിശേഷങ്ങൾ.